ശ്രീ വസന്ത് സിറിയക്ക് ശബരിമല വിധി വന്നതിന് ശേഷം വിധി വന്ന് രണ്ട് നിലപാട് സ്വീകരിച്ച രണ്ട് കൂട്ടരാണുള്ളത്. ഒന്ന് RSSും BJPയുമാണ്. ആദ്യം അവരതിനെ സ്വാഗതം ചെയ്തു, പിന്നീട് അതിനെ തള്ളി പറഞ്ഞു. രണ്ടാമത് കോൺഗ്രസ്സുകാരാണ്. രാഹുൽ ഗാന്ധി വിധിയെ വെൽക്കം ചെയ്തു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അത് പറ്റില്ല. ഇന്ന് കോൺഗ്രസിൻ്റെ പൊതുവെ ദേശീയ തലത്തിൽ തന്നെ നയം തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നയമാണ് വിശ്വാസികളോടൊപ്പം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സർക്കാർ കൊടുക്കുന്ന അഫിഡവിറ്റ് ഒരു യു-ടേൺ ആയിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവർ 2007-ലും 2017-ലും ഒക്കെ കൊടുത്ത അതേ അഫിഡവിറ്റിൽ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇനിയും കൊടുക്കാൻ പോകുന്നതെന്നാണ് പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നത്. അജിംസ് അങ്ങേക്ക് ഉത്തരം പറയാം. അതിന് മുമ്പ് രണ്ടു പേർക്ക് ഉത്തരം. ഒന്ന് ബിന്ദു അമ്മണിയാണ്. ബിന്ദു അമ്മണി പറഞ്ഞത് ഞാൻ ഇതാക്കുന്നത് ഏതാണ് KR ഗൗരിയമ്മ അടക്കമുള്ളവരെ കണ്ടാണ്, അവരെ ഈ പാർട്ടി വളർത്തിയത് കണ്ടാണ് ഞാൻ ഈ പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ ലൈൻ സ്വീകരിക്കുന്നത്. കേരം തെങ്ങും കേരള നാട് KR ഗൗരി ഭരിക്കട്ടെ എന്ന് പോസ്റ്റർ ഒട്ടിച്ച് പാടി നടന്ന് ആ പാവത്തെ കൊണ്ടുപോയി നടത്തി ഏറ്റവും അവസാനം മാറി നിൽക്കുക അങ്ങട്. അതിന്റെ ബാക്കി KR ഗൗരിയമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. ജാതി അധിക്ഷേപം നടത്തിയ പാർട്ടിയാണ്. അപ്പൊ ഗൗരിയമ്മയെ പറ്റിച്ചവർ നിങ്ങളെ പറ്റിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ നിങ്ങൾ ഏതോ മൂഢസ്വർഗത്തിലാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി, പ്രിയപ്പെട്ട ബിന്ദു അമ്മണി. ഇനി രാജേഷ് ചെറുപ്പാട് ഇപ്പൊ മറ്റൊരു ചാനലിൽ ഞാൻ ഇദ്ദേഹത്തെ പറ്റി തന്നെ പറയുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഏതോ ടൈം ട്രാവലറാണ്. അദ്ദേഹം 2018 ഈ വിധി പറഞ്ഞ സമയത്ത് തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയാണ് ഇവിടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമെന്ന് കണ്ടുകൊണ്ട് സർക്കാർ ഇടപെട്ടു. എന്താ സർക്കാരിന്റെ ഇടപെടൽ? ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ഈ വിധി വന്നതിന്റെ പിറ്റേ ദിവസം അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള പറഞ്ഞെന്താ, അവിടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു സുവർണാവസരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംഘ് പരിവാർ ശക്തികൾ അവർ കളം നിറഞ്ഞ് ആടാൻ തീരുമാനിച്ചു എന്ന് സർക്കാരിന് എപ്പോഴാണ് മനസ്സിലായത്? അത് മനസ്സിലായ ശേഷവും ആ സംഘ് പരിവാറിന് അവസരമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ഒരു ഡസൻ ഇത്തരം വിധികളിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനപ്പുറത്തേക്ക് ഞാനൊരു നവോത്ഥാന നായകനാവാൻ പോവുകയാണ്. അയ്യങ്കാളിക്കും ശ്രീനാരായണ ഗുരുദേവനും ചാവറയച്ചനും ഒക്കെ അപ്പുറത്ത് നാളെ കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ NCERT ബുക്കിലും കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ബുക്കിലുമൊക്കെ ഇത് ലേറ്റസ്റ്റ് നവോത്ഥാന നായകൻ പിണറായി വിജയൻ എന്ന് കാണണം എന്ന രീതിയിൽ ഇറങ്ങി പുറപ്പെട്ട് ഞങ്ങൾ ശബരിമലയിൽ യുവതീ പ്രവേശനം നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് ഈ ഇരിക്കുന്ന ബിന്ദു അമ്മനിക്കും കനകദുർഗയ്ക്കും രഹന ഫാത്തിമയ്ക്കും തുടങ്ങിയും ഒരു ലെഫ്റ്റ് തീവ്ര ലെഫ്റ്റായി അവർ തന്നെ തിരുത്തി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ലെഫ്റ്റ് ഐഡന്റിറ്റി ഉള്ളവരെ ഒരുപക്ഷെ നിർബന്ധിച്ച് എന്ന കണക്കിന് അവിടെ കൊണ്ടുവരുവാൻ വേണ്ടി സർക്കാർ ശ്രമം നടത്തി. അല്ല, ഇനി അങ്ങനെ ശ്രമിച്ചാൽ എന്താ കുഴപ്പം വസന്തേ? ഇപ്പൊ സർക്കാർ അങ്ങനെ ശ്രമിച്ചാൽ എന്താ കുഴപ്പം? അതൊന്ന് പറയും. അവിടെ പ്രശ്നമുണ്ട്. ഇപ്പൊ സർക്കാർ പറയാണ് ബിന്ദു അമ്മണിയോട് വാ ശബരിമലയ്ക്ക് പോവാം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇപ്പൊ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ അത് പറയില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല, നിങ്ങൾ അത് കുറ്റമാതിരി പറയുന്നതുകൊണ്ടാണ്. അതെന്തോ നിർബന്ധിച്ച് കൊണ്ടുപോയി എന്നൊക്കെ എന്തോ കുറ്റാവുന്നത് എങ്ങനെയാണ്? അല്ല, നിർബന്ധിച്ചു അല്ല. ഞാൻ അവിടെ ഒരു പ്രശ്നമുണ്ട്. സുപ്രീം കോടതിയുടെ വിധി എന്താ? സുപ്രീം കോടതിയുടെ വിധി ഏതെങ്കിലും വിശ്വാസിയായ സ്ത്രീ, യുവതി അവർ അവിടേക്ക് കടന്നു വരണം. വളരെ ക്ലിയർ ആയി പറയുന്നുണ്ട്. ഒരു ഡിവോട്ടിയായ വിശ്വാസിയായ എന്ന് പറയുന്നുണ്ട്. ആ വിശ്വാസിയായ സ്ത്രീ അവിടേക്ക് വരണമെന്ന് സ്വമേധയാ തീരുമാനിച്ചാൽ സർക്കാർ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ്. എന്നാൽ അന്ന് കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങളൊന്നും തന്നെ അങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ അല്ല. ഒരാൾ ഡിവോട്ടി ആണോ എന്നൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ് അത് തീരുമാനിക്കുന്നത്? അല്ല, അതിലൊരു പ്രശ്നമുണ്ട് അജിംസ്. ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ. കനകദുർഗയുടെയും രഹന ഫാത്തിമയുടെ ബിന്ദു അമ്മണിയുടെ ഞാൻ കണ്ടിട്ടില്ല. കനകദുർഗയുടെ ഫേസ്ബുക്ക് അങ്ങ് എടുത്തു നോക്കണം. അവർ മതം ഉപേക്ഷിച്ച ആളാണ് എന്നാ പറയുന്നത്. മതം ഉപേക്ഷിച്ച ആളാണെന്ന് സ്വയം ഡിക്ലെയർ ചെയ്ത ഒരാൾ എങ്ങനെയാ വിശ്വാസിയാവുന്നത്? അതിന് ഉത്തരം പറയാമോ?